പച്ച നുണകൾ, സത്യവുമായിട്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകൾ, അത് വായനക്കാരിലേക്കും പ്രേക്ഷകരിലേക്കും തള്ളിവിടുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ, പത്രങ്ങളും ന്യൂസ് ചാനലുകളും ചില ഓൺലൈൻ മാധ്യമങ്ങളും, ഇതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ അതേപ്പറ്റി തന്നെ പറയുകയാണ്. മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കരക്കമ്പി വാർത്തയായിട്ട് പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം. എന്താണ്? വീണ വിജയനെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കർത്ത കേസിൽ, എക്സാലോജിക് കരിമണൽ കർത്ത കേസിൽ 11ാം പ്രതിയാക്കി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു അത്രേ. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. സത്യം എന്താണ്? ഇത് കാണുന്ന പ്രേക്ഷകരും ഇത് വായിക്കുന്ന വായനക്കാരും, മനോരമയും മാതൃഭൂമിയും അടക്കം വായിക്കുന്ന വായനക്കാരും, ഏഷ്യാനെറ്റ് അടക്കം കാണുന്ന പ്രേക്ഷക സമൂഹവും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കും. സത്യം എന്താണ്? ഈ വാർത്ത തികച്ചും കള്ള വാർത്തയാണ്, നുണയാണ്. വീണയെ ഒരു കേസിലും ഇന്നേ വരെ പ്രതിയാക്കിയിട്ടില്ല. എന്നിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു? അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, SFIO, പരാതിക്കാരില്ലാതെ എടുത്ത കേസ്. അതായത് വീണയുടെ എക്സാലോജിക്കിന് 3 വർഷത്തേക്ക് 36 മാസത്തേക്ക് മെയിൻ്റനൻസ് വകുപ്പിൽ 1.25 കോടിയിലധികം രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം കൂടിയാൽ 3 ലക്ഷം രൂപ കൊടുത്തത് ബാങ്ക് വഴി കൊടുത്തതിൻ്റെ രേഖയുണ്ട്. അതിന് വീണയുടെ കമ്പനി എക്സാലോജിക്ക് നികുതിയും GSTയും ഇൻകം ടാക്സും എല്ലാം അടച്ചിട്ടുമുണ്ട്. സേവനം കിട്ടിയില്ല എന്ന് കരിമണൽ കർത്തയോ ശശിധരൻ കർത്തയോ സേവനം കൊടുത്തിട്ടില്ല എന്ന് എക്സാലോജിക്ക് വീണയുടെ കമ്പനിയോ പറഞ്ഞിട്ടില്ല. അപ്പോൾ വാലും തലയും ഇല്ലാത്ത ഒരു കേസാണിത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ മോദി സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം മാത്രമാണ്, ഒരു കോടതി പോലുമല്ല. അവര് സ്വയമേ എടുത്ത ഒരു പഠനം നടത്തിയിട്ട് ഈ മതിയായ സേവനം കരിമണൽ കർത്തയുടെ കമ്പനിക്ക് എക്സാലോജിക്ക് കൊടുക്കാതെ ഇത്രയും കോടി വാങ്ങി, 1.25 കോടി വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന റിപ്പോർട്ടാണിത്. അപ്പൊ ഇവിടെ പരാതിക്കാരില്ല. കൊടുത്ത സേവനം കൊടുത്തു എന്ന് പറയുന്നു, സേവനം കിട്ടിയെന്നും പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ കുടുക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുണ്ടാക്കിയ ഒരു കേസാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണ്? ഈ കേസിൽ സ്വമേധയാ SFIO എടുത്ത കേസിൽ, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO എടുത്ത കേസിൽ ശശിധരൻ കർത്തിയെ എതിർകക്ഷിയാക്കി ഒരു പരാതി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ച സത്യം. എതിർകക്ഷി ശശിധരൻ കർത്തയെ വെച്ചിട്ട് ഒരു പരാതി കോടതിയിൽ കൊടുത്താൽ കോടതി ആ പരാതി സ്വീകരിച്ച് അതിന്മേൽ സമൻസോ നോട്ടീസോ പ്രതിപട്ടികയിലുള്ളവർക്ക് അയക്കണം. അയച്ചിട്ട് അതിന്റെ വിചാരണ തുടങ്ങണം. ഈ സമയത്ത് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ എതിർകക്ഷികൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും നിയമവും ഈ രാജ്യത്തുണ്ട്. ഈ ഘട്ടത്തിലേക്ക് പോലും ഈ കേസ് പോയിട്ടില്ല. ആ കൊടുത്ത ഇതിനകത്ത് വീണയുടെ ഒരു പേര് പോലും പറയുന്നില്ല. എന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് വീണയെ, മുഖ്യമന്ത്രിയുടെ മകളെ 11ാം പ്രതിയാക്കി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇങ്ങനെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കേസിൽ, അതിൽ വീണയുടെ പേര് പോലും ഇല്ലാത്തൊരു കേസിൽ ഇതിങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇനി ചോദിക്കട്ടെ, ഇപ്പം മനോരമ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ സ്ഥാപനങ്ങൾ ആനുവൽ മെയിൻ്റനൻസിന്, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മെയിൻ്റനൻസിന് കൊടുക്കുന്ന തുകകളൊന്ന് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും. നിങ്ങൾ വെച്ചിരിക്കുന്ന ഏജൻസി ആരാണ്? സേവനത്തിൽ വെച്ചിരിക്കുന്ന IT കമ്പനി ഏതാണ്? എക്സാലോജിക്ക് പോലെ ശശിധരൻ കർത്ത വെച്ചതുപോലെ മനോരമ വെച്ചിരിക്കുന്ന IT സൊല്യൂഷൻസ് കമ്പനി ഏതാണ്? മാതൃഭൂമിയുടെ കമ്പനി ഏതാണ്? ഏഷ്യാനെറ്റിന്റെ കമ്പനി ഏതാണ്? നിങ്ങളുടെ ആനുവൽ കോൺട്രാക്ട് എന്താണ്? നിങ്ങൾ ഒരു വർഷം അല്ലെ 3 വർഷത്തേക്കാണല്ലോ ആനുവൽ കോൺട്രാക്ട് വരിക.
മിനിമം പൊതുവെ 3 വർഷമാണ്. 3 വർഷത്തേക്ക് മനോരമയോ മാതൃഭൂമി ഏഷ്യാനെറ്റോ അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എന്താണ്, എത്ര ലക്ഷങ്ങളാണ് അല്ലെ കോടികളാണ്? ഈ കണക്കുകൾ പുറത്തുവിടാൻ മനോരമയോ മാതൃഭൂമിയോ അല്ലെ ഏഷ്യാനെറ്റോ തയ്യാറാകുമോ? വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ്. ഏതാണ്ട് പെരുപ്പിച്ച ഈ കേസ് എന്ത് കേസായത്? എന്നിട്ട് അതിൻ്റെ പേര് പിന്നെയും എത്ര വ്യാജ വാർത്തകളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഏറ്റവും ഒടുവിലത്തെ വ്യാജ വാർത്തയാണ് വീണയെ, മുഖ്യമന്ത്രിയുടെ മകളെ 11ാം പ്രതിയാക്കി വെച്ചെന്ന് പറഞ്ഞ് ആഘോഷിക്കുക. ഒരടിസ്ഥാനവുമില്ല. എന്തെങ്കിലും രേഖ നിങ്ങളുണ്ടോ? വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയുടെ കഥാപാത്രം കാണിക്കുന്ന ഈ കൈരേഖയല്ലാതെ വല്ല രേഖയും വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ വാർത്ത സത്യമാണെന്ന് സ്ഥാപിക്കാൻ ഒരു കുന്തോ ഇല്ല. ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ. നിങ്ങളുടെ വായനക്കാരെയും നിങ്ങളുടെ പ്രേക്ഷകരെയും ഓരോ ദിവസവും നിങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇത് വിശ്വസിക്കണം അത്രയും. അപ്പൊ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. എന്തൊരു കഷ്ടമാണെന്ന്. അപ്പോ വീണ 11ാം പ്രതിയാണോ? അല്ല, വീണ പ്രതി പട്ടികയിൽ പോലുമില്ല. എതിർകക്ഷിയാണല്ലോ റെസ്പോണ്ടൻസ് വരേണ്ടത്, അതിൽ പോലും വീണയുടെ പേരില്ല. 2, പ്രതിയല്ലാത്ത വീണയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? എന്തിനാ നിങ്ങൾ ഇത്ര അമിത താല്പര്യം ഇതിനകത്ത് കാണിക്കുന്നത്? പിന്നെ എന്താ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ പറഞ്ഞ പോലെ 135 കോടി രൂപ ചാക്കിൽ കൊടുത്തല്ലോ ശശിധരൻ കർത്ത ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ കൊടുത്തല്ലോ. ഈ കൊടുത്തതിൽ അവരാരും നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെ അതിനകത്ത് PV എന്ന് പേരുണ്ട്. PV എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ PV എന്നുള്ള പേരില്ല. പത്മജ വേണുഗോപാലാവില്ല PV. പിണറായി വിജയൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ, ആ PV ഞാനല്ല, വേറെ PV ആയിരിക്കും. പോയി നിങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പം തന്നെ ചുട്ട മറുപടി പിണറായി വിജയൻ തന്നിട്ടുണ്ടായിരുന്നു. എന്തേ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, എന്തേ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും നിഷേധിച്ച് ഇല്ലല്ലോ. മാത്രമല്ല അവർ പാർട്ടി സംഭാവന എന്നും സ്വീകരിച്ചു അത്രേ. പാർട്ടി സംഭാവന ചാക്കിലാണോ കൊടുക്കുന്നത്? ചാക്കിലെ നോട്ട് കെട്ടുകളായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ എന്തും പോട്ടെ, നരേന്ദ്രമോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് ഫണ്ടുണ്ടാക്കാൻ കൊണ്ടുവന്നത് പോലും ബാങ്ക് വഴിയായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ രഹസ്യ സ്വഭാവമുണ്ടെന്ന് മാത്രം. അതാണ് സുപ്രീം കോടതി പൊളിച്ചു കൊടുത്തത്. അതായത് പാർട്ടി ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് കോടികൾ നിക്ഷേപിക്കുക. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര വരെ 150 കോടി അങ്ങനെ നിക്ഷേപിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തിയല്ലോ, അഭിനവ ഗാന്ധി കുടുംബത്തെ. അവസാനം സുപ്രീം കോടതി വിധി വന്ന് എന്താണ്? ഈ രഹസ്യ സ്വഭാവം ഇതിന് വേണ്ട, ഇലക്ട്രൽ ബോണ്ട് ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് അറിയാനുള്ള അവകാശം ഓരോ പൗരർക്കുമുണ്ട് ഇന്ത്യയിൽ, അതുകൊണ്ട് ഇത് പുറത്തുവിടണമെന്ന് അതിന്റെ കസ്റ്റോഡിയനായ SBIയോടും അതേപോലെ ഇലക്ഷൻ കമ്മീഷനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ആവശ്യപ്പെട്ടു, വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ പരമോന്നത കോടതി, സുപ്രീം കോടതി. അപ്പൊ ഗതികെട്ടിട്ട് ഗത്യന്തരമില്ലാതെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തവരുടെ, BJPക്ക് ഉൾപ്പെടെ കോൺഗ്രസിന് ഉൾപ്പെടെ കൊടുത്തവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്, കോടികളുടെ കൈമാറ്റം. അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇലക്ഷൻ കമ്മീഷന് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരായിട്ട് ഇവിടുത്തെ നീതിന്യായ പീഠം നിന്നത്. അവിടെ പോലും ബാങ്ക് വഴിയാണ് BJP കാശുണ്ടാക്കിയത്, SBI വഴി. ഇവിടെ ചാക്കിൽ കെട്ടിക്കൊണ്ട് നോട്ട് കെട്ട് കൊടുത്തതിന് അതും വാങ്ങിയിട്ട് അത് സംഭാവനയാണത്രേ. അതിന് കണക്കും കാര്യമുണ്ടോ? എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് നിയമപരമായിട്ട് വീണാ വിജയന്റെ എക്സാലോജിക്കിന് 1.25 കോടിയിലധികം രൂപ കൈമാറിയതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത്. എന്തൊരു നാണം കെട്ട മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആലോചിക്കുക. ഇതൊന്നും പറയാതെ നിവർത്തിയില്ല. വീണ്ടും നിങ്ങൾ നാളെ അടുത്ത നുണയം കൊണ്ടുവരുന്ന ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ മാധ്യമങ്ങൾ നാളെ വീണ്ടും അടുത്ത നുണ ഈ കേസിൽ പൊട്ടിക്കും. ആ നുണയെ ഞങ്ങൾ ഇതേപോലെ പൊളിച്ചെടുക്കിയിരിക്കും. നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇവിടുത്തെ ചാനലുകളെയും ഇവിടുത്തെ പത്രങ്ങളെയും. നിങ്ങളുടെ സർക്കുലേഷനും നിങ്ങളുടെ വ്യൂവർഷിപ്പും എന്താ കുത്തനെ ലക്ഷങ്ങൾ ഇടിഞ്ഞു പോകുന്നത്? എന്തുകൊണ്ട് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഞങ്ങളെപ്പോലുള്ളവരുടെ ന്യൂസ് വീഡിയോകളല്ലെ വാർത്തകൾ കാണാൻ തയ്യാറാവുന്നു? സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. ആ സത്യം മാത്രമേ ഞങ്ങൾ വിളിച്ചു പറയാറുമുള്ളൂ. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നെങ്കിലും തിരിച്ച് നിങ്ങൾ അറിയുക. നിങ്ങളുടെ സ്വന്തം കാൽ കീഴിലെ മണ്ണ് ചോർന്ന് പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഇനിയും വ്യാജവാർത്ത വ്യാജവാർത്ത ഇനിയും കൊണ്ടുവരൂ.
അതിനെ അതേപോലെ മിനിറ്റുകൾക്കുള്ളിൽ അതിനെ അരിഞ്ഞു തള്ളാൻ, അതിനെ ഖണ്ഡിക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലെ ഒട്ടേറെ പേരുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.